ചന്ദ്രകാന്തം പുതിയ എപ്പിസോഡിൽ നമുക്ക് കാണുവാൻ സാധിക്കും നമ്മുടെ ഗീതുവിനെ നമ്മുടെ പിങ്കി ബുദ്ധിപരമായിട്ട് ബ്ലോക്ക് ചെയ്തിട്ട് നമ്മുടെ പിങ്കിയുടെ ലക്ഷ്യം അങ്ങോട്ട് സാധിക്കുന്നുണ്ട്. നമ്മുടെ ഗീതുവിനെ ഒരു ലാബിൽ കയറ്റിയിട്ട് 3-4 മണിക്കൂർ അവിടെ സ്റ്റക്ക് ആക്കി വെക്കിയിരിക്കുകയാണ്. അപ്പൊ ഇവിടെ ആണെങ്കിലും നമ്മുടെ വിജയലക്ഷ്മി ആണെങ്കിലും ഭയങ്കര ധൃതി പിടിക്കലാണ്. ഇനി സമയം വൈകി വന്നാൽ ഞാൻ ഈ ഒരു കേസ് ക്ലോസ് ചെയ്യും, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഈ ഒരു നിമിഷം തന്നെ ആരെങ്കിലും വരണം എന്ന് പറയുമ്പോൾ നമ്മുടെ പിങ്കി ആ ഒരു കറക്റ്റ് ടൈമിൽ വരികയാണ്. നമ്മുടെ വല്യമ്മയുടെയും പിങ്കിയും കൂടെ ഒരു പ്ലാൻ ആയിരിക്കോട്ടോ നമ്മുടെ ഗീതുവിനെ ഇങ്ങനെ ഒരു സ്റ്റക്ക് ആക്കി വെക്കുക എന്നുള്ളത്. അപ്പൊ അത് ഭയങ്കര വിജയമായിട്ട് വരികയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ പിങ്കി വരുമ്പോൾ നമ്മുടെ വല്യമ്മ നീയെങ്കിലും എത്തിയല്ലോ, നീ വാ, ഇതിനി എന്റെ തീരുമാനമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ പിങ്കിയെ ആ ഒരു ഡോക്ടറിന്റെ അടുത്തേക്ക് കൊണ്ടുപോയി സർവകസിക്ക് തയ്യാറാക്കുകയും ചെയ്യുന്ന ഒരു മുഹൂർത്തങ്ങളാട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. നമ്മുടെ പിങ്കി വന്നതിന് തൊട്ട് മുമ്പ് നമ്മുടെ നന്ദ ഗീതുവിനെ അന്വേഷിച്ച് ഗീതുവിന്റെ വീട്ടിലേക്ക് പോകുന്നൊരു രംഗമുണ്ട് കേട്ടോ. അതിന് പിന്നാലെയാണ് നമ്മുടെ പിങ്കി ഇവിടേക്ക് എത്തുന്നത്. അപ്പൊ ഗൗതമനാണെങ്കിൽ പണ്ടേ ഒരു പകുതി സമ്മതമൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഗൗതമിന് പണ്ടേ പിന്നെ നട്ടലില്ലല്ലോ. അപ്പൊ ആ ഒരു ഗൗതമിനോട് പറയുമ്പോൾ തന്നെ നമ്മുടെ ഗൗതം ഒന്നും മിണ്ടാതെ സമ്മതിച്ചു കൊടുക്കും. എന്നിട്ട് പിങ്കി ഈ ഒരു സർവകസ് ചെയ്യാൻ വേണ്ടി തയ്യാറായ ആ ഒരു യൂണിഫോം ഒക്കെ ഉണ്ടല്ലോ, ആ ഒരു ഹോസ്പിറ്റലിൽ ആ ഒരു ഡ്രസ്സൊക്കെ ഉണ്ടല്ലോ, തിയേറ്ററിലേക്ക് കയറിയേക്കും ആ ഒരു ഡ്രസ്സൊക്കെ ഇട്ട് നമ്മുടെ പിങ്കി നമ്മുടെ ഗൗതമിന്റെ അടുത്തേക്ക് വരുമ്പോൾ നമ്മുടെ ഗൗതം എന്താണെന്നറിയോ പറയുന്നത്, വളരെ നന്ദിയുണ്ട്, ഈ ഒരു ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല അത്രേ. ആ ഒരു വാക്കാണ് നമ്മുടെ ഗൗതമിന്റെ വായിൽ നിന്ന് വരുന്നത് കേട്ടോ. അത് നന്ദയ്ക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യമാണെന്ന് അറിയാം, നന്ദ ഒട്ടും കംഫർട്ട് അല്ലാന്ന് അറിയാം. പക്ഷെ എന്നിരുന്നാൽ കൂടി നമ്മുടെ ഗൗതമിന് ഭയങ്കര സന്തോഷമായിട്ടിരിക്കുന്ന മുഹൂർത്തങ്ങളാണ് പ്രേക്ഷകരെ ഇതിൽ കാണുവാൻ സാധിക്കുന്നത് കേട്ടോ. അതാ പറയുന്നത്, നട്ടയിൽ തീരെ ഇല്ലാത്തൊരു ക്യാരക്ടറായി ഇപ്പൊ നമ്മുടെ ഗൗതമിന്റെ അല്ലേ. എന്തായാലും നമുക്ക് കണ്ടു തന്നെ അറിയാട്ടോ. മിക്കവാറും ഈ ഒരു സംഭവത്തോടു കൂടി നമ്മുടെ ഗൗതവും നന്ദയും എന്നേക്കുമായി പിരിയാനുള്ള ഒരു കാരണം തന്നെ ആയിട്ടുണ്ടെന്ന് വെച്ചാൽ പിങ്കിയുടെ വയറ്റിൽ തന്റെ കുഞ്ഞ് വളരുന്നത് നന്ദയ്ക്ക് ഒട്ടും തന്നെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. അപ്പൊ തന്റെ കൺമുമ്പിൽ അത് പറ്റത്തില്ല എന്ന് പറഞ്ഞ നന്ദ മിക്കവാറും ഇന്ത്യ വരെ വിട്ടു പോകാൻ തന്നെ ആയിരിക്കട്ടെ സാധ്യത. അപ്പൊ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പൊ ഇതുപോലെ പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.